എല്ലാവർക്കും LDCയുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ റിവിഷൻ ക്ലാസ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ എന്താണ് നമ്മുടെ സീരീസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മിഷൻ LDC 2024 നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ആണ്, അതായത് എക്കണോമിക്സിലാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന റിവിഷൻ എക്കണോമിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം 5 മാർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അഥവാ എക്കണോമിക്സിൽ നമുക്ക് LDC പരീക്ഷയിൽ സിലബസിലുള്ളത്. ഈ 5 മാർക്ക് നമുക്ക് നേടിയേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ചുള്ള റിവിഷനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പോൾ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പോൾ 3 പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യനും ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2-3 എണ്ണം വരും നമ്മുടെ എക്കണോമിക്സ് പാർട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ പോലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനെ പറയുന്നത് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് നോക്കാം. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 ജനുവരി 1-നാണ്. അതുപോലെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് 1952-ലാണ്. അപ്പം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്, 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്, അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. വായ്പകളുടെ നിയന്ത്രണം എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 ജനുവരി 1-നാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് എന്താണെന്ന് നോക്കാം. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് 1952-ലാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? 1952-ലാണോ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? തെറ്റാണ്. അവിടെ 1949-ലാണ് കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ അല്ലേ വരുന്നത്? 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. അപ്പം എന്തൊക്കെയാണ് പ്രസ്താവനകൾ? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 ജനുവരി 1-നാണ്. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് 1952-ലല്ല, 1949-ലാണ്. അപ്പം നമുക്ക് റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമുക്ക് പറയാം. അതായത് ഇന്ത്യയിൽ പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, അഥവാ RBI ആണ്. RBI അറിയാമെന്ന് അത് നമുക്കറിയാവേ, അത് RBI ആണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്കെന്നും നമ്മൾ RBI അറിയപ്പെടുന്നു. അപ്പോൾ ഈ RBI എന്നാണ് രൂപീകരിച്ചതെന്ന് നോക്കാം നമുക്ക്. അതായത് RBI, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. 1935 ഏപ്രിൽ എന്ന് വിചാരിച്ചാൽ മതി, പഠിച്ചാൽ പോരെ. ഏപ്രിൽ 1-നാണ് നമ്മൾ RBI പ്രവർത്തനം ആരംഭിച്ചത്. അതായത് RBI പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോവുക, പഠിച്ചിട്ടില്ലാത്തവർ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചിട്ട് പോവുക. RBI പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. അത് RBI വരാൻ കാരണമായ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മീഷൻ ഏതാണ്? RBI രൂപീകരണത്തിന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് 1926-ലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926-ലെ ഏത് കമ്മീഷനാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. 1926-ലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് 1935 ഏപ്രിൽ 1-ന് RBI പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ RBI ആക്ട് നിലവിൽ വന്നത് എന്നാണ്? RBI ആക്ട് എന്ന് പറയുമ്പോൾ 1934-ലാണ്. RBI ആക്ട് 1934. അപ്പോൾ അത് മറക്കല്ലേ. ഇത്രയും ഡേറ്റ്സ്, ഞാൻ പറയുന്ന ഡേറ്റ്സ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം RBIയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 1934. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 1926 രൂപീകരണത്തിന്, അതായത് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ 1926-ലെ ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. അതുപോലെ തന്നെ RBI ആക്ട്, അതായത് RBI നിയമം നിലവിൽ വന്നത് 1934-ലാണ്. അതുപോലെ തന്നെ RBI പ്രവർത്തനം ആരംഭിച്ചത് 1935
ഏപ്രിൽ 1 RBI പ്രവർത്തനം ആരംഭിച്ചത്. ക്ലിയറായേ? അത്ര ക്ലിയറായേ? അതുപോലെ തന്നെ അത്രയും ക്ലിയർ. അതുപോലെ തന്നെ 1949 ജനുവരി 1 ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ 1949 തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും. അത്ര നിങ്ങൾക്ക് ക്ലിയർ ആയേ? അതുപോലെ തന്നെ ആദ്യത്തെ 1935 ഏപ്രിലിൽ ആ സമയത്തെ ആദ്യ ഗവർണർ എന്ന് പറഞ്ഞാൽ RBIയുടെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് എന്താണ്? ആരായിരുന്നു? സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആണ്. അപ്പോൾ സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു ആദ്യ ഗവർണറായിട്ട് വന്നത്. അത് മറക്കല്ലേ. അപ്പം നിലവിലത്തെ ഗവർണർ ആരാണെന്ന് ചോദിക്കും. നിലവിലത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. 25ാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. നിലവിലെ 25ാമത് RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ ശക്തികാന്ത ദാസ് ശക്തിയുള്ളവനാണ്. എന്തായാലും ശക്തിയും ഉള്ളവനായിരിക്കുമല്ലോ. എന്തായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ബാങ്കല്ലേ, നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ബാങ്കല്ലേ. അപ്പോൾ ഔദ്യോഗിക ബാങ്ക് ഒരാൾ അതിൻ്റെ ഗവർണറായിട്ടിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അല്പം ശക്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളിന് മാത്രമേ ഇരിക്കാൻ പറ്റൂ. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ. അപ്പോൾ ശക്തികാന്ത ദാസ് ആണ് RBIയുടെ നിലവിലെ ഗവർണർ. 25ാമത് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നമ്മുടെ RBIയുടെ ധനകാര്യ വർഷം, അതുകൂടെ നിങ്ങൾ പരീക്ഷയ്ക്ക് അതൊക്കെ ചോദിക്കുവേ. ധനകാര്യ വർഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ധനകാര്യ വർഷം RBIയുടെ ധനകാര്യ വർഷം ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് RBIയുടെ ധനകാര്യ വർഷം. മറക്കല്ലേ, ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് RBIയുടെ ധനകാര്യ വർഷം. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ കേട്ടോ, RBIയുടെ ധനകാര്യ വർഷം. അതുപോലെ തന്നെ RBIയുടെ ആസ്ഥാനം നമുക്കറിയാം മുംബൈയിലെ നരിമാൻ സ്ട്രീറ്റിലാണ് RBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അത് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ RBIയുടെ എംബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റൗണ്ടിലുള്ളൊരു എംബ്ലം. ആ റൗണ്ടിലുള്ളൊരു എംബ്ലം, അതിനകത്ത് ഇവിടെ RBI എന്ന് ഇംഗ്ലീഷിൽ എഴുതും. അതുപോലെ താഴെ ഹിന്ദിയിലും RBI എന്ന് എഴുതും. അതിന് നടുക്കൊരു എണ്ണപ്പന കാണുമല്ലോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. എണ്ണപ്പന സിമ്പലാണ് RBIയുടെ. എണ്ണപ്പന കാണും. അതിനൊരു കാവലായിട്ടൊരു ആയിരിക്കും ഒരു കടുവ കാണും. അപ്പോൾ കടുവയും എണ്ണപ്പനയും ഉള്ള സിമ്പലുള്ളതാണ് RBIയിൽ. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലത്തിൽ കാണപ്പെടുന്ന മൃഗമേതെന്ന് ചോദിക്കുക. അപ്പോൾ മൃഗമേതാണ്? കടുവ. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലത്തിൽ കാണപ്പെടുന്ന മരമേതെന്ന് ചോദിക്കുക. അപ്പോൾ മരമേതാണ്? എണ്ണപ്പന. എണ്ണപ്പന എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്വത്തല്ലേ ഇത്? എണ്ണപ്പന എന്ന് പറയുമ്പോൾ തന്നെ അത് ഗൾഫിലൊക്കെ എണ്ണപ്പന നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗൾഫിലൊക്കെ എണ്ണപ്പന വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൈസ കിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എണ്ണപ്പന എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര എന്തോ ഒരു വില കൂടിയ ഒരു സംഭവമായിട്ട് നിങ്ങളങ്ങ് വിചാരിച്ചോ? ആണല്ലോ. അപ്പോൾ അതിന് വില കൂടിയ ഒരു RBI എന്ന് പറയുന്നത് നമ്മുടെ വില കൂടിയാണ്. അപ്പോൾ അതിന് കാവൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒരു കടുവയെ പോലുള്ള നല്ല ശക്തിയുള്ളൊരു കടുവയ്ക്കല്ലേ കാവലിക്കാൻ സാധിക്കൂ. അപ്പം അത് പട്ടിയെ പൂച്ചയെ കൊണ്ട് നിർത്തിയാലേ പറ്റത്തില്ലോ. അത് അത്ര വിലപിടിപ്പുള്ള സ്ഥലമില്ലേ. അപ്പോൾ അതുകൊണ്ട് കടുവയെ നിർത്തി. അപ്പോൾ ഓർത്ത് വെച്ചോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ വരുന്നത് ആരൊക്കെയാണ്? കടുവയും എണ്ണപ്പനയും. എണ്ണപ്പനയ്ക്ക് കാവലായി കടുവ നിൽക്കുന്നു. ക്ലിയർ ആയി? ഇത്രയുമാണ് നമ്മൾ RBIയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പറയാമല്ലോ. പിന്നെ RBIയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. RBIയുടെ ധർമ്മങ്ങൾ ഞാൻ പറയാം. അതായത് ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ എന്താണ്? നോട്ട് അച്ചടിച്ചിറക്കൽ. അപ്പോൾ RBI എന്താണ്? നോട്ട് അച്ചടിച്ചിറക്കൽ. അതുപോലെ തന്നെ വായ്പ നിയന്ത്രിക്കൽ. അതുപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്ക്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക്. അപ്പോൾ എന്തൊക്കെയാണ് RBIയുടെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ? നോട്ട് അച്ചടിച്ചിറക്കണം. അപ്പോൾ RBI വഴിയാണ് നോട്ട് അച്ചടിച്ചിറക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ വായ്പകൾ നിയന്ത്രിക്കണം. അതുപോലെ വായ്പകളുടെ നിയന്ത്രകനാണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്കാണ് RBI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് കൂടിയാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും ബേസ് ചെയ്തുള്ള ഒട്ടുമിക്ക പോയിന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഫ്രഷപ്പായി കാണും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നീതി ആയോഗുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. അപ്പോൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. അപ്പോൾ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 3 പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന 4 കേന്ദ്ര മന്ത്രിമാർ ഇതിൽ അനൗദ്യോഗിക അംഗങ്ങളാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അമിതാഭ് കാന്ത് ആണ്. അപ്പോൾ ഇതിലത് പറയുന്നത് എന്താണ്? ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഈ ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ ഒട്ടുമിക്ക എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. അതായത് ഈ
ഈ ഒരു ക്വസ്റ്റ്യന് ശരിയായ പ്രസ്താവന നമ്മുടെ അതായത് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. ചില ക്വസ്റ്റ്യൻസിൻ്റെ മേളിലായിരിക്കും തരുന്നത് ശരിയായ പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകൾ. അപ്പം നമ്മൾ ഇതിനകത്ത് തെറ്റ് ശരി നോക്കും. ഇത് രണ്ട് ശരിയാണെന്ന് വെച്ചിട്ട് നമ്മൾ പോയി കർപ്പിച്ചു കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴായിരിക്കും വരുന്നത് ഇവിടെ തെറ്റായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ്. അപ്പം ഇങ്ങനെ വരുമ്പം ശരിയായ പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകൾ അവിടെ ഒരു നിങ്ങൾ അണ്ടർലൈൻ ഇടണേ. അണ്ടർലൈൻ ഇട്ടിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൽ ശരി ഏതാ തെറ്റേതെന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് അണ്ടർലൈൻ ഇട്ടതുകൂടെ ജസ്റ്റ് നോക്കിയിട്ടേ പോയി കറപ്പിക്കാവൂ. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്കറിയാം നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 അതുപോലെ തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ ഇതിൽ അനൗദ്യോഗിക അംഗങ്ങളാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് എന്താണെന്ന് നോക്കാം. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത് ആണോ ആദ്യ വൈസ് ചെയർമാൻ? തെറ്റല്ലേ. ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അരവിന്ദ് പനഗിരിയ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ. 1ഉം 2ഉം അല്ലേ ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ എ അല്ലേ. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നീതി ആയോഗ് എന്താണ് സത്യം പറഞ്ഞാൽ? നീതി ആയോഗ് ഉണ്ട്. അതായത് നമ്മുടെ ഈ മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ആസൂത്രണ കമ്മീഷൻ വെച്ചായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ. അങ്ങനെ ആസൂത്രണ കമ്മീഷൻ വെച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം മോദി സർക്കാർ വന്നപ്പോൾ അവർ ആസൂത്രണ കമ്മീഷൻ്റെ പേര് മാറ്റി നീതി ആയോഗ് ആക്കി. അപ്പം നീതി ആയോഗ് എന്ന് പറയുന്നത് അപ്പം ആസൂത്രണ കമ്മീഷന് പകരം വന്ന സ്ഥാപനമാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞത്. അത് ക്ലിയർ ആയല്ലോ. അപ്പം ഇനി അതിൻ്റെ ഇന്ന് നോക്കാം. നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും, നമ്മുടെ PM ആയിരിക്കും. അപ്പം നീതി ആയോഗ് മോദിയുടെ കാലത്താണ് വന്നത്. ഇപ്പം മോദി 3ാമത്തെ തവണ നമ്മുടെ പ്രധാനമന്ത്രിയാണ് മോദിജി. അപ്പം മോദി തന്നെയായിരിക്കും ഇപ്പോഴും നമ്മുടെ നീതി ആയോഗിൻ്റെ ചെയർമാൻ. അപ്പോൾ ഓർത്ത് വെച്ചോ, നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ PM ആയിരിക്കും, പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. വൈസ് ചെയർമാൻ, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അതായത് ഉപാധ്യക്ഷൻ എന്നാണ് പറഞ്ഞത്. വൈസ് ചെയർമാനായിട്ട് ആര് വരും? വൈസ് ചെയർമാനായിട്ട് ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗിരിയാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗിരിയ. മറക്കല്ലേ. ആദ്യത്തെ വൈസ് ചെയർമാൻ, നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗിരിയ. മറക്കല്ലേ. ആദ്യ വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ. ഫസ്റ്റ് വൈസ് ആണ്. അപ്പോൾ ഇനി നിലവിലത്തെ നോക്കണ്ടായോ? നിലവിലത്തെ ആരാണ്? നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി. മറക്കല്ലേ. സുമൻ ബേരിയാണ് നിലവിലത്തെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. സുമൻ ബേരി. ക്ലിയർ ആയേ? അപ്പം സുമൻ ബേരി. അപ്പം നീതി ആയോഗിന് ചെയർമാനും വൈസ് ചെയർമാനും മാത്രം മതിയോ? ഒരു CEO ഉണ്ട്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഒരു CEO ഉണ്ട്. അപ്പം നമ്മുടെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആരാണ്? ഫസ്റ്റ് CEO ആരാണ്? സിന്ധുശ്രീ മുള്ളർ. ഫസ്റ്റ് CEO ആരാണ്? സിന്ധുശ്രീ മുള്ളർ. മറക്കല്ലേ. സിന്ധുശ്രീ മുള്ളറാണ് ആദ്യ CEO ആയിട്ട് വരുന്നത്, നീതി ആയോഗിൻ്റെ ആദ്യ CEO. രണ്ടാമത്തെ CEO അപ്പോൾ അമിതാഭ് കാന്ത് ആരാണ്? ഇവിടെ അമിതാഭ് കാന്തിൻ്റെ പേര് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് അമിതാഭ് കാന്ത്? അതുകൂടെ പഠിച്ചു വെക്കണം. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ CEO ആണ് അമിതാഭ് കാന്ത്. അപ്പം നിലവിലത്തെ CEO ആരാണ്? നിലവിലാരാണ്? BVR സുബ്രഹ്മണ്യമാണ് നിലവിലത്തെ ചെയർമാനായിട്ട് വരുന്നത്. നിലവിലത്തെ CEO ആയിട്ട് വരുന്നത്, നീതി ആയോഗിൻ്റെ CEO ആയിട്ട്. അപ്പം ഒന്നുകൂടെ പറയുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നമുക്കറിയാം. ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് നീതി ആയോഗ്. അതുപോലെ തന്നെ നീതി ആയോഗിൽ ഒരു ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, CEO ഉണ്ട്, പിന്നെ അംഗങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ ഇതിൽ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് വരുന്നതാണ്. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും വരുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പം നിലവിലിപ്പം നമ്മുടെ മോദിജി വന്നതിന് ശേഷമാണ് നീതി ആയോഗ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വന്നത് തൊട്ട് ഇപ്പോൾ വരെ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. വൈസ് ചെയർമാൻ ആരാണ്? അപ്പോൾ വൈസ് ചെയർമാൻ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗിരിയ. അതുപോലെ തന്നെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി ആണ് നിലവിലെ വൈസ് ചെയർമാൻ. അതുപോലെ തന്നെ നീതി ആയോഗിന് ചെയർമാനും വൈസ് ചെയർമാനും കൂടാതെ CEO ഉണ്ട്. CEO നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം നീതി ആയോഗിൻ്റെ ആദ്യ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളർ. അപ്പോൾ സിന്ധുശ്രീ ഗുള്ളർ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? നീതി ആയോഗിൻ്റെ ആദ്യ CEO ആണ് സിന്ധുശ്രീ ഗുള്ളർ.
കുള്ളർ. അതുപോലെ തന്നെ അമിതാഭ് കാന്തും എപ്പോഴും പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ CEO ആണ് അമിതാഭ് കാന്ത്. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ CEO ആണ് അമിതാഭ് കാന്ത്. അതുപോലെ തന്നെ നിലവിലത്തെ ഇപ്പോഴത്തെ CEOയും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ക്ലിയർ ആയേ? നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത്. കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിയായതിൻ്റെ അവിടെ ഒരു ചെറിയൊരു അണ്ടർലൈൻ ഇട്ട് വെക്കണേ. അത് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഓരോ പ്രസ്താവനകൾ ശരി ഏതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ജനസംഖ്യയിൽ കൂടുതൽ പേർ തൊഴിലെടുക്കുന്നത് പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്ന കാർഷിക മേഖലയിലാണ്. അത് ശരിയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാഥമിക മേഖല എന്ന് പറയുന്നതിനകത്ത് എന്താണ് വരുന്നത്? കൃഷി, അസംസ്കൃത വസ്തുക്കൾ, അങ്ങനെയുള്ള മത്സ്യബന്ധനം, ഖനനം അല്ലേ. താഴെത്തട്ടിലെ ആൾക്കാർ കൂടുതൽ പണിയെടുക്കുന്നത്. മേലോട്ട് വരുമ്പോഴത്തേനും ആൾക്കാരുടെ എണ്ണം കുറവല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ, അതായത് കൂടുതൽ പേരും നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ അല്ലേ നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ പേരും എടുത്തത്. നോർത്ത് ഇന്ത്യ അല്ലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനല്ലേ വരുന്നത്, കൃഷിയും കൂടുതൽ. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇന്ത്യയിൽ ജനസംഖ്യയിൽ കൂടുതൽ പേർ തൊഴിലെടുക്കുന്നത് പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്ന കാർഷിക മേഖലയിലാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം GDP ആണ്. GDPയിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ്. അതും വളരെ ശരിയായിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയുടെ GDP, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയുടെ GDPയിൽ സംഭാവന ചെയ്യുന്നത്. അതറിയാം. അപ്പോൾ എന്താണ് നമുക്ക് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഇതിൽ തൊഴിലെടുക്കുന്നതിനെയൊക്കെ സാമ്പത്തിക വ്യവസ്ഥ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പോൾ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക മേഖലയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൃഷി, അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദനം, മത്സ്യബന്ധനം, ഖനനം, കന്നുകാലി പരിപാലനം, അതുപോലെ തന്നെ വനപരിപാലനം ഒക്കെ വരുന്നത് പ്രാഥമിക മേഖലയിലാണ്. പ്രാഥമിക മേഖല എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. അതായത് പ്രാഥമിക മേഖലയിലുള്ളതാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ദ്വിതീയ മേഖല എന്താണ്? ദ്വിതീയ മേഖല വരുന്നതാണ് സാധനങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായങ്ങളൊക്കെ വരുന്നത്. എന്തൊക്കെയാണ് വരുന്നത് ദ്വിതീയ മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്? സാധനങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായമൊക്കെ ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അവസാനത്തേത് തൃതീയ മേഖലയിൽ വരുന്നത് ബാങ്കിങ്, വാണിജ്യം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്. അപ്പം ബാങ്കിങ്ങും വാണിജ്യവും ഗതാഗതവും അതുപോലെ തന്നെ വാർത്താവിനിമയം, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ തൃതീയ മേഖലയിലാണ് വരുന്നത്. ദ്വിതീയ മേഖലയിൽ വരുന്ന സാധനങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വ്യവസായമൊക്കെ ദ്വിതീയ മേഖലയിലും, അതുപോലെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷി, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം, മത്സ്യബന്ധനം, ഖനനം, കന്നുകാലി പരിപാലനം, വനപരിപാലനം ഒക്കെ പ്രാഥമിക മേഖല വരുന്നതാണ്. അപ്പോൾ ക്ലിയറായി? ഈ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ക്ലിയറായി? ഒന്ന് ഇത് ബ്രഷപ്പായി. അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എപ്പോഴും കാർഷിക മേഖലയിലാണ് എപ്പോഴും ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ചെയ്യണേ. 1, 2 ശരിയല്ലേ? അത് പറഞ്ഞില്ലല്ലോ. ഓക്കെ. അപ്പം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് എപ്പോഴും കാർഷിക മേഖലയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കർഷകനില്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ നിലനിൽക്കത്തില്ല എന്ന രീതിയിലാണ്. അതായത് കർഷക സമരമൊക്കെ വരുമ്പോഴും പെട്ടെന്ന് അനുനയിപ്പിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത് ഓർത്താൽ മതി. ഈ ഇടയ്ക്കൊക്കെ കർഷക സമരമൊക്കെ നമ്മുടെ കേന്ദ്രത്തിൽ നടന്നില്ലായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ കാർഷിക ബില്ല് കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് കാർഷിക ബില്ല് നരേന്ദ്രമോദി അവതരിപ്പിച്ചത് പാസ്സാക്കിയില്ലായിരുന്നു. അപ്പോൾ അതിന് കർഷകരുടെ പ്രക്ഷോഭവും കാര്യങ്ങളും കണ്ടപ്പോൾ അവർ ആ ബില്ല് പിൻവലിച്ചില്ലായിരുന്നു. ആ പിൻവലിക്കാൻ കാരണം എന്താണ്? ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. കർഷകരില്ലെങ്കിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ താഴോട്ട് പോകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക തലസ്ഥാനം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഇതോടെ ഓർത്ത് വെച്ചുക, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്നാണ്? ഏപ്രിൽ 1 മുതൽ എന്ന് മുതലായിരുന്നു മാർച്ച് 31 വരെയാണ്. മാർച്ച് 31 വരെ. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അടുത്തത് ഇതൊക്കെ സ്ഥിരം PSC ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് ചേരുംപടി ചേർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ കാലയളവുമാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെ വന്നിട്ടുണ്ടോ? 4 പഞ്ചവത്സര പദ്ധതികൾ വന്നിട്ടുണ്ട്. ജനകീയ പദ്ധതി, റോളിംഗ് പ്ലാൻ, കാർഷിക പദ്ധതി, അതുപോലെ തന്നെ വ്യാവസായിക പദ്ധതി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഫസ്റ്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ ജനകീയ പദ്ധതി. അപ്പം ജനകീയ പദ്ധതി എന്ന് പറയുന്നത് എന്ത് പദ്ധതിയാണ്? സ്ത്രീ ശാക്തീകരണം ഒക്കെ 9ാം പദ്ധതിയല്ലേ, നമ്മുടെ 9ാം പഞ്ചവത്സര പദ്ധതിയല്ലേ നമ്മൾ ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ജനകീയ പദ്ധതി എന്ന് മുതലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 1997 മുതൽ 2002 വരെയാണ് ജനകീയ പദ്ധതി വരുന്നത്. അടുത്തത് റോളിംഗ് പ്ലാൻ എന്ന് മുതലാണ്. റോളിംഗ് പ്ലാൻ പഠിക്കാൻ എളുപ്പമാണല്ലോ. 1978 മുതൽ 80 വരെ 2 വർഷത്തേക്കേ ഉള്ളൂ. റോളിംഗ് പ്ലാൻ 1978 മുതൽ 80 വരെ. അടുത്തത് കാർഷിക പദ്ധതി നമുക്കറിയാം, ഫസ്റ്റ് വന്ന പദ്ധതിയാണ്, നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി വരുന്നത്. അതായത് 1951 മുതൽ 1956 വരെ. അതുപോലെ തന്നെ വ്യാവസായിക പദ്ധതി 1902ാം പഞ്ചവത്സര പദ്ധതിയാണ്, 1956 മുതൽ 1961 വരെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്. 1D 2C 3A 4B. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പദ്ധതികളും നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഓരോ പദ്ധതികൾ. ജസ്റ്റ് ഇതിനകത്ത് തന്നിട്ടുള്ളതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതായത് ഫസ്റ്റ് വരുന്നത് ജനകീയ പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി. അറിയാമല്ലോ, 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. ആ ജനകീയ പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുമ്പോൾ 1997 മുതൽ 2002 വരെയാണ്. ജനകീയ പദ്ധതിയിൽ എന്തൊക്കെയാണ് ഊന്നൽ നൽകിയത്? സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ കോമൺ മിനിമം പ്രോഗ്രാമൊക്കെയാണ് ജനകീയ പദ്ധതിയിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഏതാണ് പഠിച്ചത്? റോളിംഗ് പ്ലാൻ 1978 മുതൽ 1980 വരെയാണ് റോളിംഗ് പ്ലാൻ വരുന്നത്, മൊറാർജി ദേശായിയുടെ കാലത്ത്. അടുത്തത് കാർഷിക പദ്ധതി എന്താണ്? 1ാം പഞ്ചവത്സര പദ്ധതി അല്ലേ. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ കാർഷിക പദ്ധതിയാണ് 1951 മുതൽ 1956 മുതൽ. ക്ലിയർ ആയേ? അടുത്തത് ഏതാ? വ്യാവസായിക പദ്ധതി ഏതാ? 2ാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായിക പദ്ധതിയായിട്ട് വരുന്നത് 1956 മുതൽ 1961 വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും പരീക്ഷ ചോദിക്കുന്ന കുറച്ച് പഞ്ചവത്സര പദ്ധതികൾ നമുക്കങ്ങ് പറഞ്ഞു പോവാം. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? 1974 മുതൽ 79 വരെയാണ്. 1979 വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വെക്കുന്നതാണ്. 1974 മുതൽ 1979 വരെ ആണ് 5ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വരുന്നത്. ഗരീബി ഹഠാവോ എന്നാണ്. ഗരീബി ഹഠാവോ എപ്പോഴും PSCക്ക് വെക്കുന്നതാണ്. ഗരീബി ഹഠാവോ പദ്ധതി ഏതെന്നാണ്? അതാണ് 5ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്, ഊന്നൽ നൽകുന്ന 5ാം പഞ്ചവത്സര പദ്ധതിയുടെ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 1979 വരെ. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഗരീബി ഹഠാവോ വരുന്നു. അതിനെ അറിയപ്പെടുന്നത് ഗരീബി ഹഠാവോ എന്നാണ് ആ പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ. അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴും PSCക്ക് വയ്ക്കുന്നതാണ്. 12ാം പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി ഏതാണ്? അവസാനം വന്ന പദ്ധതിയാണ്. 2012 മുതൽ 2017 വരെയാണ്. അതായത് സുസ്ഥിര വികസനം, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം, ത്വരഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. അതായത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സുസ്ഥിര വികസനം, ത്വരിഗതിയിലുള്ള വളർച്ച, അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. അപ്പം അതാണ് വരുന്നത്. പിന്നെ 12ാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമം, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ ക്ലിയർ ആയേ വന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ജസ്റ്റ് ഒന്ന് ഇത്രയും പഞ്ചവത്സര പദ്ധതി പറഞ്ഞപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പദ്ധതികളോടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അടുത്തത് ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കാം. 0.8. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ഇടത്തരം മാനവ വികസനം, താഴ്ന്ന മാനവ വികസനം, വളരെ ഉയർന്ന മാനവ വികസനം, ഉയർന്ന മാനവ വികസനം. ഇതെന്താണെന്ന് വെച്ചാൽ എന്താണ് ഇത് വരുന്നത്? ഇത് HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് വരുന്നത്. ഇൻഡെക്സിനെയാണ് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെയാണ് ഇത് പറയുന്നത്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനവ വികസന രേഖയാണ് വരുന്നത്. ഒരു മിനിറ്റ്.
മാനവ വികസന രേഖയാണ് HDI ആണ് വരുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് വരുന്നത്. അപ്പം എന്താണ് അതായത് നമുക്ക് ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടങ്ങ് പോവാം. അതായത് ചേരുമ്പടി ചേർക്കാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ മാനവ വികസന രേഖ അനുസരിച്ച് എന്താണ് അതെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, 0.8 മുതൽ 1.0 വരെ 0.8 മുതൽ 1.0 വരെ എന്താണ് വളരെ ഉയർന്ന മാനവ വികസനമാണ് വരുന്നത്. 0.8 മുതൽ 1.0 വരെ വരുന്നത്. അതുപോലെ തന്നെ 0.7 മുതൽ 0.799 വരുന്നത് വളരെ ഉയർന്ന മാനവ വികസനമാണ് വരുന്നത്. അതുപോലെ തന്നെ 0.550 മുതൽ 0.699 വരുന്നത് ഏതാണ്, ഇടത്തരം മാനവ വികസനമാണ് വരുന്നത്. അതുപോലെ തന്നെ 0.550 താഴെ വരുന്നത് ഏതാണ്, വളരെ ഉയർന്ന മാനവ വികസനമാണ്. താഴ്ന്ന മാനവ വികസനമാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ എഴുതി കാണിക്കാം. 0.8 മുതൽ 1.0 വരെ വരുന്ന ഏതാ വരുന്നത്, 0.8 മുതൽ 1.0 വരെ വരുന്നത് വളരെ ഉയർന്ന മാനവ വികസനമാണ് 0.8 മുതൽ 1.0 വരെ വരുന്നത്. അടുത്തത് 0.07 മുതൽ 0.799 വരെ വരുന്നത് ഏതാണ് വരുന്നത്, ഉയർന്ന മാനവ വികസനം. അതുപോലെ തന്നെ 0.550 മുതൽ 0.699 വരെ വരുന്നത് 691 വരുന്നത് ഇടത്തരം മാനവ വികസനമാണ്. ഇടത്തരം മാനവ വികസനം. അതുപോലെ തന്നെ 0.5550 താഴെ വരുന്നത് താഴോട്ട് വരുന്ന ഏതാണ്, അതിൽ താഴെ വരുന്ന ഏതാണ്, താഴ്ന്ന മാനവ വികസനം. അപ്പോൾ ക്ലിയർ ആയ താഴ്ന്ന മാനവ വികസനം. അപ്പോൾ എന്താണ് നമ്മുടെ മാനവ വികസന സൂചിക, അതായത് HDI എന്താണെന്നാണ് നമുക്കൊന്ന് നോക്കാം. HDI എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന മാനദണ്ഡമാണ്. അപ്പോൾ മനുഷ്യൻ്റെ സമഗ്ര പുരോഗതി, സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന മാനദണ്ഡമാണ് ഈ HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കുന്ന ആരാണ്, HDI തയ്യാറാക്കുന്ന ആരാണ്, UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ന്യൂയോർക്കിലുള്ള UNDP ആണ് തയ്യാറാക്കുന്നത്. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് UNDP ആണ്. അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ സംബന്ധിച്ച് ശരിയായത് മാത്രം, അണ്ടർലൈൻ ഇടണേ, ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താണ് ഇവിടെ ചോദിക്കുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ സംബന്ധിച്ച് ശരിയായത് മാത്രം കണ്ടെത്തുമെന്നാണ്. അപ്പം മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താണ് ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളെന്നും നമുക്ക് നോക്കാം. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു, അതും ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, അതും ശരിയാണ്. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യം, അതും ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ്. അപ്പം മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് ഈ 4 എണ്ണം ശരിയായിട്ടുള്ള സവിശേഷതകളാണ് വരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ. അപ്പം എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, മുതലാളിത്ത വ്യവസ്ഥ. അപ്പോൾ എന്താണ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ മുതലാളിത്തത്തെക്കുറിച്ച് നമ്മുടെ ഇവിടെ സമരങ്ങളിലുമൊക്കെ പറയുന്നതാണ്. മുതലാളിത്തം മാറി പിന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്. സോഷ്യലിസം പറഞ്ഞതെന്നൊക്കെ നമ്മൾ പാർട്ടിക്കാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് ഇത് ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ഒന്നുകൂടെ പറയാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൽപ്പാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതായത് ഉൽപ്പാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. നമുക്ക് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെ പറയാൻ പറ്റും, നമുക്ക് ഫ്രാൻസ് പറയാം, അമേരിക്ക പറയാം, മെയിൻ ഉദാഹരണമായിട്ട് അമേരിക്ക പറയാം, അതുപോലെ തന്നെ ബ്രിട്ടൻ പറയാം, കാനഡ പറയാം, അതുപോലെ തന്നെ ഫ്രാൻസ് ഒക്കെ പറയാം, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പറയാം.
അവരൊക്കെ ഫോളോ ചെയ്യുന്നത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ്. അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള മൂലധന നിക്ഷേപത്തിലൂടെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള സമ്പത്ത് വ്യവസ്ഥയാണ് ഈ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ. സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ അവരൊക്കെ വിശ്വസിക്കുന്ന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മൂലധന നിക്ഷേപത്തിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമ്പത്ത് വ്യവസ്ഥയാണ്. എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് അണ്ടറിൽ വന്ന് പൊതുമേഖല പോലെ പ്രവർത്തിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് വരുന്നത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം? സോവിയറ്റ് യൂണിയൻ പറയാം. കറക്റ്റ് ഉദാഹരണമായിട്ട് സോവിയറ്റ് യൂണിയൻ പറയാം. ഇപ്പോൾ പക്ഷേ സോവിയറ്റ് യൂണിയൻ ഇല്ല, ഇപ്പോൾ റഷ്യ മാറി, ഇപ്പോൾ റഷ്യ ആയല്ലോ. റഷ്യ ഇപ്പോൾ അവർ മുതലാളിത്തമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും നമുക്ക് സോവിയറ്റ് യൂണിയൻ എന്ന് പറയാം. പിന്നെ ഒരു പരിധി വരെ നമുക്ക് ചൈന പറയാം. ചൈന പക്ഷേ ഇപ്പം മുതലാളിത്ത വ്യവസ്ഥയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ചൈനയും പറയാം, അവരും സോഷ്യലിസം ആണെന്നാണ് പറയുന്നത്. ചൈന പറയാം. സോവിയറ്റ് യൂണിയൻ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ. അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന മിശ്ര സമ്പത്ത് വ്യവസ്ഥ, അതായത് നമ്മുടെ ഇന്ത്യക്കാർ നമ്മളെ ഭാരതീയ ഇന്ത്യക്കാർ ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ്. മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമ്പത്ത് വ്യവസ്ഥ. അതായത് മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും മേഖലകളിലുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പത്ത് വ്യവസ്ഥയാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ. മുതലാളിത്തത്തോടും ചായ്വുണ്ട് അവർ അങ്ങനെ, അതായത് ഇത്രയേ ഉള്ളൂ. ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പത്ത് വ്യവസ്ഥയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മിശ്ര സമ്പത്ത് വ്യവസ്ഥ. പേര് കേൾക്കുമ്പോഴല്ലേ മിശ്ര സമ്പത്ത് വ്യവസ്ഥ. അതായത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പത്ത് വ്യവസ്ഥയാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ, അതായത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ. ക്ലിയർ ആയി? അത് ഉദാഹരണം നമ്മുടെ ഇന്ത്യ തന്നെയാണ് അതിന് മെയിൻ ഉദാഹരണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിശ്ര സമ്പത്ത് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. അതായത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മിശ്ര സമ്പത്ത് വ്യവസ്ഥയുടെ സവിശേഷതകൾ ഒന്ന്. അതുപോലെ തന്നെ ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തിക്കുന്നു. അതായത് നമുക്കറിയാം നീതി ആയോഗ് അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളൊക്കെ നമ്മുടെ ഇവിടെയാണ് വന്നത്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശത്തിലുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. നമ്മുടെ എന്താണ്? സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു, നമ്മുടെ ഈ മിശ്ര സമ്പത്ത് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു. ക്ലിയർ ആയി? അപ്പോൾ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മിശ്ര സമ്പത്ത് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ഇടണേ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പം അടുത്ത് നോക്കാം. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കാർഷിക വിള ഗോതമ്പാണ്. ശരിയാണ്. അപ്പം നമുക്ക് ഓരോന്ന് നോക്കിപ്പോവാം. നമ്മൾ ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നോർമൻ ബോർലോഗ് അല്ല. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇപ്പോഴേ ഞങ്ങൾ പഠിച്ചു വെച്ചോ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡാണ് ആദ്യമായിട്ട് നമ്മുടെ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വില്യം ഗൗഡ് മാർക്കല്ലേ, വില്യം ഗൗഡാണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്തത് നോർമൻ. അപ്പം ചോദിക്കും നോർമൻ ബോർലോഗ് അല്ലേ പിതാവെന്ന്? അതെ, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇദ്ദേഹമാണ് പിതാവ്. നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. അന്ന് പറഞ്ഞതിലൂടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അതായത് 1940 1970 കാലത്ത് കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കാനായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം എന്നാണ്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്?
അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചു. ആ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? 1940 മുതൽ 1970 കാലത്ത് കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കാനായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അതുപോലെ തന്നെ നമ്മുടെ നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷിശാസ്ത്രജ്ഞനാണ്. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷിശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. അപ്പോൾ നോർമൻ ബോർലോഗ് ആണ് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷിശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ 1970 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ജസ്റ്റ് നോർത്തിനാവധി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് നൽകുന്നുണ്ട്, ബോർലോഗ് അവാർഡ്. അത് കാർഷിക മേഖലയിലുള്ളവർക്കുള്ള അവാർഡാണ്, കാർഷിക മേഖലയ്ക്ക് നൽകുന്ന അവാർഡാണ് ബോർലോഗ് അവാർഡ്. ക്ലിയർ ആയ? ബോർലോഗ് അവാർഡ്. അപ്പം ഒന്നുകൂടെ പറയാം, ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡാണ്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗ്രഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നൽകിയ കാർഷിക വിള ഏതാണ്? ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ്? നോർമൻ ബോർലോഗ്. ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇനി അടുത്ത നമ്മുടെ ഇച്ചിരി പ്രീവിയസ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, ഈ 2024 തന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. നമ്മുടെ ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് ഒരു LDC സിലബസിലൊരു എക്സാം നടന്നിരുന്നു. ആ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താ നോക്കാം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ എന്നു പറയുന്നു? സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? ആഗോളവൽക്കരണം എന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്ത് ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ആഗോളവൽക്കരണം എന്നാണ്. അതായത് ഗ്ലോബലൈസേഷൻ. അതായത് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ആഗോളവൽക്കരണം. മറ്റേത് സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഉദാരവൽക്കരണം എന്താണ്? ലിബറലൈസേഷൻ ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്, ആഗോളവൽക്കരണമാണ് വരുന്നത്. അപ്പോൾ ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് എന്ത് പറയുന്നു? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി PC മഹൽനോബിസ്, ഓപ്ഷൻ സി മുഖർജി, ഓപ്ഷൻ ഡി ജോൺ മത്തായി. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. സ്ഥിരമായിട്ട് നമ്മുടെ PC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനോടാണ്. PC മഹൽനോബിസ് അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹൽനോബിസ് മാതൃക എന്ന്. അപ്പോൾ ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? PC മഹൽനോബിസിൻ്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃകയിലാണ്. അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹൽനോബിസ്, അതായത് മഹൽനോബിസ് മാതൃകയിലാണ്. അതുപോലെ തന്നെ നാലാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മാതൃക, 6ാം പഞ്ചവത്സര പദ്ധതി ഗാന്ധിയൻ മാതൃക, അതുപോലെ തന്നെ 8ാം പഞ്ചവത്സര പദ്ധതി റാവു മനോഹർ മാതൃക, അതുപോലെ തന്നെ 10ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? നമ്മുടെ കേരള മോഡലാണ് 10ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. 11ാം പഞ്ചവത്സര പദ്ധതി വിദ്യാഭ്യാസ പദ്ധതി എന്നുമാണ് അതിൻ്റെ മാതൃകയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മോഡൽസുമായിട്ട് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ്. നീതി ആയോഗിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞാണ്. ആസൂത്രണ കമ്മീഷന് പകരം വന്ന ആണ് നീതി ആയോഗ്. അപ്പം നീതി ആയോഗിൻ്റെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയേ? അതായത് എനിക്ക് തോന്നുന്നു ആസ്ഥാന ഭവനൊരു പേര് പറയുമല്ലോ, മറന്നുപോയല്ലോ. ഒരു മിനിറ്റ്. നീതി ആയോഗ്
ഇല്ല, നീതി ആയോഗിൻ്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനത്ത് എന്തോ ഒരു പേര് പറയുന്നതാണ്, ഞാനത് മറന്നുപോയി. നിങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറക്കല്ല, ന്യൂഡൽഹിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സെബി, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി IMF, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വേൾഡ് ബാങ്ക്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ എ സെബിയാണ്. സെബി എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഓഹരി വിപണനത്തെയൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. ഓഹരി വിപണിയൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. സെബിയുടെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ ഫുൾ ഫോം വരുന്നത്. സെബിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിംഗ്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. ഓഹരി വിപണി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഓഹരി വിപണിയെയൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. അതുപോലെ തന്നെ അത് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷനിലുള്ള ബാക്കി ഇവിടെ നോക്കിപ്പോൾ നബാർഡ് എന്താണ്? നബാർഡ് നമ്മൾ സ്ഥിരമായിട്ട് അറിയുന്നതാണ്. നബാർഡ് എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും ഒക്കെ ലോണും ഒക്കെ കാര്യങ്ങൾ നൽകുന്ന ബാങ്കാണ്. ഏറ്റവും താഴെത്തട്ടിൽ കൃഷിക്കും ഗ്രാമവികസനത്തിനും ഒക്കെ ലോണും കാര്യങ്ങളൊക്കെ നൽകുന്ന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അടുത്തത് IMF എന്താണ്? IMF എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് IMF എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് രാജ്യാന്തര നാണയനിധി വിപണന സാമ്പത്തിക പുരോഗതിയൊക്കെ നിയന്ത്രിക്കുന്നതാണ്. അതായത് അന്താരാഷ്ട്ര നാണയനിധി വിനിമയ സാമ്പത്തിക പുരോഗതിയൊക്കെ നിയന്ത്രിക്കുന്നതാണ് IMF എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓരോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അവരുടെ നാണയത്തിൻ്റെയൊക്കെ മൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങളും ഒക്കെ സാമ്പത്തിക പുരോഗതിയൊക്കെ നൽകുന്നതും ഒക്കെ ഈ IMF ആണ്. IMFിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഫുൾ ഫോം ഒക്കെ ചോദിക്കുക പരീക്ഷയ്ക്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അടുത്തത് വേൾഡ് ബാങ്ക് എന്താണ്? വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ലോക ബാങ്ക്, നമുക്കറിയാം UN-ൻ്റെ കീഴിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ബാങ്കാണ് വരുന്നത്, ലോക ബാങ്ക്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം US-ലാണ്, വാഷിംഗ്ടൺ DC-യിലാണ് ആസ്ഥാനം വരുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ബാങ്കാണ്. ഈ വേൾഡ് ബാങ്ക് എന്താണ്? നമുക്ക് വികസന രാജ്യങ്ങൾക്കൊക്കെ നമുക്ക് ലോൺ എടുക്കാവുന്നതാണ്. ഓരോ കാര്യങ്ങൾക്കും ഒക്കെ ഓരോ രാജ്യങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുന്ന ആണ് വേൾഡ് ബാങ്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ശ്രീലങ്ക, ഈയിടയ്ക്ക് ശ്രീലങ്കയ്ക്കല്ലായിരുന്നു വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പലിശയായി. ശ്രീലങ്ക തന്നെയാണ് വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പൈസയായി. ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതെ വേറെ ഇങ്ങനെ ഒക്കെ നമ്മൾ കേട്ടില്ലേ? അവിടെ അവരുടെ നാണയനികുതി എല്ലാം മൂല്യങ്ങളെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുമല്ലോ, പട്ടിണിയും പരിവട്ടമായിട്ടൊക്കെ. കഴിഞ്ഞ വർഷം തോന്നുന്നു ഭയങ്കര വാർത്തകൾ വന്നില്ലായിരുന്നു, ലോൺ എടുത്ത്. അപ്പം നമുക്ക് അത് അന്ന് പറഞ്ഞ പോലെ വികസന രാജ്യങ്ങൾക്ക് ലോൺ എടുക്കാൻ വേൾഡ് ബാങ്കിന് സാധിക്കുന്നതാണ്. വേൾഡ് ബാങ്ക് ഐക്യരാഷ്ട്രസഭയുടെയാണ് വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ്, US-ലെ വാഷിംഗ്ടൺ DC-യിലാണ് വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം വരുന്നത്. ഇത്രയും ക്ലിയറായി. അടുത്തത് ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ടാണ്. അപ്പോൾ ഓർത്ത് വെച്ചാണ്, ഇത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആദ്യമായിട്ട് ചോദിച്ചതാണ്, ഇനി റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ലിയറായ? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ്? അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് ഇതിൻ്റെ? നമുക്ക് കേൾക്കുമെന്ന് തന്നെ അറിയാം, ലൈഫ് മിഷനാണ്. ലൈഫ് മിഷൻ പദ്ധതി നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കേരള സർക്കാരിൻ്റെ വീടില്ലാത്തവർക്കും ഭൂരഹിതർക്കും ഒക്കെ വീട് വെച്ച് കൊടുക്കുന്നതാണ് ലൈഫ് മിഷൻ പദ്ധതി എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നത് ലൈഫ് മിഷൻ. അതുപോലെ മേളത്തെ നമുക്കറിയാം, പഞ്ചവത്സര പദ്ധതി നമുക്ക് എല്ലാവരും നമ്മൾ സ്ഥിരമായിട്ട് അത് പഠിക്കുന്നതാണ്. നീതി ആയോഗ് അറിയാം, ആസൂത്രണ കമ്മീഷൻ വന്നു. അപ്പോൾ എന്താണ് ഈ അന്ത്യോദയ അന്നയോജന? അതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അന്ത്യോദയ അന്നയോജന എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം ഭക്ഷ്യദാനം നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്?
നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം ഭക്ഷ്യദാനം നൽകുന്ന പദ്ധതിയാണ് ഈ അന്ത്യോദയ അന്നയോജന പദ്ധതി എന്ന് പറഞ്ഞത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെ പദ്ധതി എന്നാണ് ഈ അന്ത്യോദയ അന്നയോജന പദ്ധതി അറിയപ്പെടുന്നത്. നമ്മുടെ 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ അന്ത്യോദയ അന്നയോജന പദ്ധതി വന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ 35 കിലോഗ്രാം ഭക്ഷ്യദാനമാണ് ഈ പാവപ്പെട്ടവർക്ക് കിട്ടുന്നത്. പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് ഈ അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം 35 കിലോഗ്രാം ഭക്ഷ്യദാനമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മാസവരുമാനം 250 താഴെ വരുന്നവർക്കാണ് ഈ അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ സ്കീമിൽ ഉൾപ്പെടുത്തുന്നത് മാസവരുമാനമേ. അതുപോലെ തന്നെ വേറെന്താ പറയുന്നത്, റേഷൻ കാർഡ്, മഞ്ഞ കാർഡ്. അത് റേഷൻ കാർഡ് നമ്മുടെ ഇപ്പം പല കാർഡുകളില്ലേ, BPL കാർഡ്, APL കാർഡൊക്കെ ഉള്ളത്. അത് പറഞ്ഞതിലുള്ള റേഷൻ കാർഡിൽ ഈ മഞ്ഞ കാർഡുള്ളവരുണ്ട്. മഞ്ഞ കാർഡുള്ളവർ അന്ത്യോദയ അന്നയോജന പദ്ധതി ഉള്ളവരാണ്. AY എന്നങ്ങാണ്ടാണ് പറയുന്നത്. അന്ത്യോദയ അന്നയോജന പദ്ധതി ഉള്ളവരുടെ കാറാണ് ഈ മഞ്ഞ കാർഡാണ്, മഞ്ഞ നിറം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് എനിക്ക് തോന്നുന്നു എക്കണോമിക്സിലെ ഒട്ടുമിക്ക ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി കുറച്ച് ടോപ്പിക്കോടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ തുടങ്ങിയത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെയും 2-3 റിവിഷൻ ക്ലാസ് ആയിട്ട് ഇടുവാന്നാണ്. അപ്പോൾ ഇനിയിപ്പം ജിയോഗ്രഫിയുടെ റിവിഷൻ ക്ലാസ് എക്കണോമിക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ റിവിഷൻ ക്ലാസ് ഇട്ടു. ഇനി ഇതിൻ്റെ ഒരു ക്ലാസ് കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഉടനെ ഇല്ല. അതായത് ഇനിയിപ്പം നാളെ അടുത്ത വേറൊരു സബ്ജക്റ്റിൻ്റെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തും കാര്യങ്ങളും ഒക്കെ 1 മണിക്കൂർ നീളുന്ന ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. മാക്സിമം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ ഒരു റിസൾട്ട്, നല്ല രീതിയിലൊരു റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ഒന്ന് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന പല കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ചെയ്യാൻ പറ്റൂ. മിഷൻ LDC 2024 എന്നാണ് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. നമ്മളിനിയിപ്പോൾ എല്ലാ ദിവസവും റിവിഷൻ ക്ലാസ്സസ് ഇടും. റിവിഷൻ ക്ലാസ്സസിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി അതുപോലെ തന്നെ കറണ്ട് അഫെയർ ക്ലാസ്സസ് ഇടുന്നതാണ്. കറണ്ട് അഫെയറിൻ്റെയൊക്കെ റിവിഷൻ അവസാന ദിവസങ്ങളിലൊക്കെ ആയിരിക്കുമേ കറണ്ട് അഫെയറിൻ്റെ റിവിഷൻ വരുന്നത്. അപ്പോൾ അതാകും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരും. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ടോപ്പിക്സിൻ്റെ റിവിഷൻ എല്ലാം പോവാണ്. ഇപ്പോൾ നാളെ വേറൊരു സബ്ജക്റ്റാണ് റിവിഷനായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ തയ്യാറാക്കി എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നോട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ പോൾസും ഒക്കെ നമ്മൾ ടെലഗ്രാം ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം. അതിലൊന്ന് മാക്സിമം കയറാൻ ശ്രമിക്കുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സസ് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം റിവിഷൻ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മിഷൻ LDC 2024. നമ്മളെന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മാക്സിമം LDCയിൽ നല്ല മാർക്ക് കിട്ടാൻ, നല്ല സ്കോർ കിട്ടി, നല്ല റാങ്കുകൾ വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ റാങ്കുകൾ വരാൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ അരച്ച് കലക്കി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പം നിങ്ങൾ ഇത് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്നുള്ളത് എന്താണ് ചെയ്തു തരേണ്ടത്, നമ്മുടെ വീഡിയോ മാക്സിമം കാണുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. ബെല്ലൈക്കൺ അമർത്തി വെക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത്, എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്നോട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഇട്ടേക്കാം. അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ നാളെ വേറൊരു സബ്ജക്റ്റിൻ്റെ റിവിഷൻ നാളെ വരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ക്ലാസ്. മാക്സിമം എല്ലാവരും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.